ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാൽപ്പേട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ ഒരു രൂപത്തിലാണ് ഈ പാൽപ്പേട തയ്യാറാക്കുന്നത്. നമുക്ക് വേണ്ടത് 1 കപ്പ് പാൽപ്പൊടി, പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി ആണ് ഈ പേട തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾ കടയിൽ നിന്നും നേരിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ നമ്മുടെ പാൽപ്പൊടിയും ഒന്നിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ അടുപ്പിലോട്ട് വെച്ചാൽ മതി. എന്നിട്ട് വേണം നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി തന്നെ ഈ പാൽപ്പേട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതാണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലൊരു സോസ് പാൻ തന്നെ ഉപയോഗിക്കാൻ നോക്കണം. എന്നാലേ ആ ഒരു നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നിങ്ങൾ തീ ഒന്ന് കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് നമ്മുടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടാണ് വന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി കൂടെ ഹാർഡായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനൊരല്പം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പേട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പാൽപ്പേട. നമുക്കിതുപോലെയും സെർവ് ചെയ്യാം. ഓരോ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ്റെ ഷേപ്പ് ആക്കണമെങ്കിൽ നമുക്കിത് 2 ഭാഗമാക്കിയിട്ട് നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒന്നിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്നിലേക്ക് നമ്മൾ നന്നായിട്ട് റെഡ് ഫുഡ് കളർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേട നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈ കഴുകിയതിന് ശേഷം വേണം അടുത്ത ഫുഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രീൻ കളർ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡ് പേടയിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് പേടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള പേട നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് വേണം നമ്മുടെ റെഡ് കളറിലുള്ള പേട വച്ചിട്ട് പൊതിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ തണ്ണിമത്തൻ്റെ ഷേപ്പായി കിട്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ശരിക്കും നല്ല കോസ്റ്റ്ലിയുമാണ്. ഒരു ചെറിയ പീസിന് തന്നെ നല്ല വിലയാണ്. ശരിക്കും നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.